ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കടലക്കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ട്, ചപ്പാത്തി, ദോശ ഇതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൈഡ് ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇതിന്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്ത കടലയാണ്. നിങ്ങൾക്ക് കറുത്ത കടലയുണ്ട്, നിങ്ങൾക്ക് ഏത് വേണോ അത് എടുക്കാം. ഇതൊരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാനിടണം. പിന്നെ വേണ്ടത് 2 വലിയ സവാളയാണ്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ഒരു പച്ചമുളക്, താളിക്കാൻ കറിവേപ്പില. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേറെ ഏത് ഇൻഗ്രീഡിയൻസും വേണ്ട. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതിൻ്റെയും ആവശ്യമില്ല. ഇത് മാത്രം മതിയാവുന്നതാണ്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അര സ്പൂൺ കടുക് ഇടണം. പിന്നെ അര സ്പൂൺ പെരിഞ്ജീരകം ഇടണം. രണ്ട് ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി കറിവേപ്പില ഇടണം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നല്ല ഒന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതിനടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ ലഭിക്കും. അതേപോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. മസാല ഇടുമ്പോൾ തീ വന്ന് സിമ്മിൽ വെക്കണം. 1.5 സ്പൂൺ മുളക് പൊടി ഇടണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല. നിങ്ങളുടെ എരിയുടെ കണക്കനുസരിച്ച് നിങ്ങൾ മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മുളക് പൊടി കുറച്ച് എരി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചിട്ടിരിക്കുന്നത്. ആ മസാല മണമെല്ലാം മാറുന്നതിന് വേണ്ടി ഒന്ന് നല്ല ഇളക്കി കൊടുക്കണം. തീ വന്ന് കൂട്ടുകയോ ചെയ്യരുത്, മസാല കരിഞ്ഞു പോകും. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. കടലയുടെ വെള്ളമെല്ലാം വടിച്ചതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടുകൊടുത്ത് നല്ല ഒന്ന് ഇളക്കണം. ആ കടലയിൽ മസാല എല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയാണ്.
നല്ല ഇളക്കിയതിന് ശേഷം ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ആ കടല മുങ്ങുന്ന അളവിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഗ്രേവി ഒരുപാട് വേണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇറക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വന്നതിന് ശേഷം തീ സിമ്മിൽ വെച്ച് ഒരു 5 നിമിഷം കഴിഞ്ഞാണ് ഇറക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ കണക്കനുസരിച്ച് വിസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കടല നല്ലപോലെ വെന്തിരിക്കണം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ സിമ്മിൽ വെച്ച് ഒരു 5 നിമിഷം കഴിച്ച് തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടെ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം. കടലയും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ ഈസി റെസിപ്പീസ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വേറെ ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ്. നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. താങ്ക് യു.